ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പം ഞാൻ ഇന്ന് ഒരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത് കാരണം എന്താ അറിയോ, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. അതുകൊണ്ടാണ് ചങ്ങായിമാർക്കല്ലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനുള്ള ട്രീറ്റ് അത് നിർബന്ധം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ഉള്ള 2 ബെസ്റ്റ് ഫ്രണ്ട്സേ ഓൾറെഡി ഉള്ളൂ എന്ന്. അപ്പോൾ അതിൽ ഒരുത്തിയുണ്ട്, അത് എപ്പോൾ നോക്കിയെങ്കിലേറ്റ് അതിന് വെയിറ്റ് ആക്കി കൊണ്ടിരിക്കുന്ന എളിപ്പങ്ങോ. ചങ്ങായി മാത്രമല്ല അടിത്താൻ്റെ മോളുണ്ട് എൻ്റെ അക്കന്. ടൈം നോക്കോള് 12:09 അങ്ങനെ 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ ഓള് വന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, എന്തറിയോ, നിങ്ങൾ റോട്ടിൽ പോകുമ്പോൾ KSRTCനെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ എന്തായി പോകും, മയത്തായി പോകും. അങ്ങനെ ഞങ്ങൾ എന്താക്കുന്നത്, റിക്ഷയിൽ ഒരു കഫേയൊക്കെ പോകുന്നുണ്ട്. ഒരു കഫേയൊക്കെ പോയിട്ട് കയറിയിട്ടാകുമ്പോൾ അവിടെ എന്തോ കേക്കില്ല വെച്ചിട്ട് അവിടെ ഞങ്ങൾ ഇപ്പോൾ കീൻ്റെ വേറൊരു കഫേയൊക്കെ പോകുന്നുള്ളത്. അത് മാത്രമല്ല അതിനോട്ട് നല്ല വിറ്റുണ്ട്. എന്തറിയോ, എൻ്റെ ചങ്ങായനോട് ഡിച്ചക്കെട്ട് നിൻ്റെ മോളായോറ്. അങ്ങനെ ഓൾക്കത് ഭയങ്കര ബേജാറ്. അങ്ങനെ ഓളെ അയച്ചാണ് കലമ്പാക്കുന്നുള്ളത്, നിങ്ങൾ അങ്ങനെ ചെല്ലല്ലേ ഇങ്ങനെ ചെല്ലല്ലേ. അങ്ങനെ പോയിട്ട് വീടെ ഒരു കഫേക്ക് പോയതിപ്പോൾ ഷുഗർ മൂന്ന് ചെല്ലിട്ടും. അപ്പം ഞാൻ ചെല്ലിട്ട് നിങ്ങളോട് എൻ്റെ ഒരു ഫ്രണ്ട് ലേറ്റ് ആയിട്ട് വന്നിരുന്നു. ഭയ നോക്കുമ്പോൾ എന്തൊക്കെ അറിയോ, ഓളെ ഞങ്ങൾക്ക് സർപ്രൈസ് അവിടെ ഒരുക്കിയിട്ടില്ലേ ആടുന്ന് വന്നിരുന്നത്. ഞങ്ങൾക്കറിയില്ല ഇതൊന്നും. അങ്ങനെ ഞങ്ങൾ എന്താക്കി ആടുന്ന് കീഞ്ഞിട്ടായിട്ട് ചങ്ങായിമാരല്ല അവർക്ക് മെയിൻ ഫുഡല്ല. അങ്ങനെ നമ്മൾ ഓഞ്ച കഫേ ഉണ്ടായിരുന്നു, ആടക്ക് പോയിപ്പാ. അങ്ങനെ ഞങ്ങൾ 3 ആളെന്താക്കി ആടുന്നൊരു വീഡിയോ കൊടുത്തിട്ട് മിറർ കണ്ട് ഞങ്ങൾ വിടുമോ ഇല്ലല്ലോ. അങ്ങനെ മീത്തപ്പാ ഇത് എന്ന് ചെന്ന റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ എന്താക്കി മന്തി ഓർഡർ ആക്കി. അപ്പോൾ ഓർക്ക് കുറച്ച് സ്പൈസുകൾ വേണമല്ലോ. ഞാൻ പിന്നെ അങ്ങ് അത് തിന്നാത്ത കൊണ്ട് ഞാനും തന്തൂരിയും അടുത്തെന്തോ സ്പെഷ്യൽ ഉണ്ടായിന് അത് മെയിൻ. പിന്നെ എന്താ പറയുക, ഞമ്മ അധികം ഒക്കെ തന്നെ ഉണ്ടാക്കുക. കാരണം ഞമ്മക്ക് 3 ആൾക്ക് 3 ആളേനെ, ഒരു 4ാമത്തെ ആൾ നമ്മളെ ലൈഫിലില്ല. നമ്മൾ 3 ആളെ ലൈഫിൽ 4ാമത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട് ക്ലോസ് ആയിട്ടുള്ള ആർക്കുമില്ല. ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ട്, അങ്ങനെ ക്ലോസ് ആയിട്ട് ആരുമില്ല. അങ്ങനെ ഞമ്മ അധികം ബേർഡെ കഴിക്കലും അങ്ങനെ ഞങ്ങൾ എടങ്ങ് തിന്നാൻ പോവും, കേക്ക് മുറിക്കും. പിന്നെ ഇപ്പം മഴ ആയിക്കൊണ്ട് ബീച്ചിലേക്ക് പോകുന്നില്ല, ഇല്ലെങ്കിൽ എടങ്ങ് ബീച്ചിലേക്കെല്ലാം പോയിട്ട് ടൈം സ്പെൻഡ് ആക്കിയിട്ട് അങ്ങനെ അധികം ഞങ്ങൾ ബേർഡെല്ലാം കഴിക്കൽ. അങ്ങനെ ഇത്രയെല്ലാം കഥ പറഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഒരാൾ ചെല്ലാൻ പറഞ്ഞു. എനിക്ക് ഇപ്പോൾ വാൽ തുറന്ന് തരുന്നില്ലേ, അതെൻ്റെ ഇത്താൻ്റെ മോൾ, എൻ്റെ ബെല്ലിത്താൻ്റെ ഫസ്റ്റത്തെ മോൾ. സോ ഞമ്മ 2 ആളെന്നിങ്ങനെ ചെല്ലെങ്കിൽ ഞമ്മ ഒരു ഫ്രണ്ട്സ് ആക്ക്. ഓളും ഞാൻ കുറേ ഡിഫറൻസ് എല്ലാം ഉണ്ട് ഏജ്. അന്നെങ്കിൽ ഓൾക്ക് ഞാനൊരു ഫ്രണ്ട് പോലെ, ബെസ്റ്റ് ഫ്രണ്ട് പോലെ. അങ്ങനെ ഓളെ ഒരു വിചാരം അങ്ങനെ ഞാനൊരോളെ ആട്ടി അങ്ങനെ ഒന്നുമില്ല ഓൾക്ക്. ഞാനോളെ ചങ്ങായി, ഓൾ എന്തുണ്ടെങ്കിൽ എന്നോട് ഷെയർ ആക്കുന്നത് അങ്ങനത്തെ. അങ്ങനെ തിന്നിട്ടായിട്ട് എന്താക്കിയമ്മോ, എൻ്റെ ചങ്ങായില്ലേ ഓളെ ഫോണിക്ക് എന്തോ ചാർജ് ഒന്നും കയറുന്നില്ല. ചിലട്ട് ഒരു ഷോപ്പിലേക്ക് പോയി. പിന്നെ ഓളെ ബിസി ചെല്ലെങ്കിൽ എങ്ങനെ അറിയോ, ഓൾക്ക് മാസത്തിലൊരു ഫോൺ വേണം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓൾക്ക് എന്തുണ്ടെങ്കിൽ 1 മാസത്തിലായിട്ട് കൂടുതൽ പോക്കില്ല. ഇപ്പം എന്താ പറയുക ഓളെ പരാതി, ഈ മൊബൈലിൽ 2-3 മണിക്കൂർ മാത്രമല്ലോ ഒരിക്കൽ ചാർജ് കയറിയെങ്കിൽ ചാർജ് കുത്തിയെങ്കിൽ 3 മണിക്കൂർ മാത്രമല്ല യൂസ് ആക്കാൻ കഴിയുന്നത്, 100%. അതാണ് ഇപ്പോഴത്തോളം പരിപാടി. അങ്ങനെ ഞങ്ങൾ എന്താക്കി കുറേ ടൈം നിന്ന്. കാരണം അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, വേറെ ആൾക്കാർ. അപ്പോൾ അവിടെ റിച്ച് തന്നെ ഉള്ളത്. അങ്ങനെ അയാൾ അവരോട് മുണ്ടിട്ടാകുമ്പോൾ അമ്മ അവിടെ വെറുതെ ഇരുന്നിട്ട് ഫോട്ടോ അങ്ങനെ ഇങ്ങനെയെല്ലാം എടുത്തോണ്ടേന്. അങ്ങനെ അയച്ച ഓളെ മൊബൈൽ നോക്കിയിട്ടാകുമ്പോൾ അയച്ച ചൊല്ലി ഇത് അത്ര തന്നെ ചാർജ് നിൽക്കൂ, ഏതൊരു ഫോണിലേക്ക് അങ്ങനെ നിൽക്കൂ. അപ്പോൾ ഓൾക്ക് എന്താ ആശ്വാസം എത്ര തന്നെ എന്താക്കാൻ ഇതാവോ ഞാൻ ചെല്ലേണ്ടി ഇത്താൻ്റെ കിടാവ്. അപ്പോൾ ഞങ്ങൾ ബജാർക്ക് വരുന്നില്ല, ബജാർക്ക് വരുമ്പോൾ ഒരു സാധനം പോയിരുന്ന് ചെല്ലല്ലോ. അത് അങ്ങനെ എന്താക്കിയറിയോ, ഇത് ഒരു ഫാൻസിക്ക് കയറി. ഓൾക്ക് ചങ്ങായിക്ക് എന്തോ സെക്കൻഡ് സ്റ്റേർട്ടും പിന്നെ എൻ്റെ ഇത്താക്ക് എന്തോ മേക്കപ്പ് സാധനം വേണം ചെല്ലിട്ടുണ്ടായിരുന്നു, അത് മേങ്ങാനായിട്ട്. അങ്ങനെ എല്ലാം മേക്കപ്പ് എല്ലാം മേങ്ങിട്ടായിട്ട് ആകുമ്പോൾ ഞമ്മ എന്താക്കി ബസ്സിന് കാത്തു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ടൈം ഇപ്പോൾ ബസ്. എൻ്റെ ചങ്ങ ഇപ്പം ചെല്ല എത്ര എന്തറിയോ മഴയില്ല ഇന്ന്. അവൾ കരുന്നാക്ക് തോന്നും. അപ്പം തന്നെ എങ്ങനത്തെ മഴ വന്നറിയും. എന്നിട്ടുണ്ടായി ഞങ്ങൾ ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ബസ്സിൽ കയറ്റാകുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും വേറെ നാട്ടിൽ, ഒരേ നാട്ടിൽ. എൻ്റെ പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടില്ല, ഓൾ വേറെ നാട്ടിൽ. അതെല്ലാം സാധാരണ അല്ലേ, എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, 1 വേറെ നാട്ടിലും 2 ഒരേ നാട്ടിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെപ്പാ. അപ്പോൾ ഫസ്റ്റത്തെ ബ്ലോഗ് ആയതിനെ കൊണ്ട് അതിൻ്റെ കുറവെല്ലാം ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.